ഇനി ജസ്റ്റ് ഒരു ടെസ്റ്റാണ്. ഞാൻ ക്ലാസ് എടുക്കാറുള്ളൂ, നാളെ എടുക്കുന്നുള്ളൂ. ഒരു ടെസ്റ്റ്. എല്ലാവർക്കും പേപ്പർ ഉണ്ടോ? ഉണ്ടോ? ഓക്കെ. എല്ലായിടത്തും ഉണ്ടോ? ആ പേപ്പർ കൊടുത്തോ, എല്ലാവർക്കും പേപ്പർ കൊടുത്തോ. ഷഹമ്മയൊക്കെ വലിയ ശരി. എല്ലാരും പേരെഴുതുക മുകളില്. എഴുതിയോ? ഇത് 4 തരത്തിലുള്ള ആൾക്കാരാണ്, 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരാണ്. നോർത്ത് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും യാതൊരു മടിയും കൂടാതെ ചോദിക്കുന്ന ആൾക്കാർ, അതാണ് നോർത്ത് എന്ന് പറയുന്ന ആൾക്കാർ. അവര് ആരുടെയും ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല, ഇറങ്ങി കാര്യങ്ങൾ ചെയ്യും, അതാണ് നോർത്ത്. ഓക്കെ. വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് ആണ്, സിസ്റ്റമാറ്റിക് ആയിരിക്കും. 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്കാണ്, 11 മണിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ 11 മണിക്ക് പഠിക്കും, 12 മണിക്ക് ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ 12 മണിക്ക് ചോറ് കഴിക്കും. ഒക്കെ ഒരു ഡിസിപ്ലിൻ ബേസിൽ പോകുന്ന ആൾക്കാരാണ് ബെസ്റ്റ്. അവർ ആരുടെയും അഡ്വൈസുകൾ സ്വീകരിക്കില്ല. ഓക്കെ. നൗ എന്ന് പറഞ്ഞാൽ ഈഗോയിസ്റ്റിക്, ഉള്ളിൽ ഈഗോ ഉള്ളവർ. അതായത് എൻ്റെ കൂട്ടുകാർ പാസ്സാവുമ്പോൾ എനിക്ക് ഉള്ളിലൊരു ഈഗോ വരും. പക്ഷെ അവർ ആർട്ടിസ്റ്റിക് ആയിരിക്കും, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകൾ ഉള്ളവരായിരിക്കും. ഓക്കെ. ഇതാണ് ഈസ്റ്റ്. സൗത്ത് എന്ന് പറഞ്ഞാൽ എംപത്തറ്റിക് ആയിരിക്കും, പെട്ടെന്ന് സെൻസിറ്റീവ് ആവും, ചെറിയ കാര്യങ്ങൾക്ക് തന്നെ വിഷമിക്കും, ബാക്കിയുള്ളവരോട് കരുണയും സഹതാപം ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ഓക്കെ. ഇങ്ങനെ 4 ടൈപ്പ് ആൾക്കാരുണ്ട്. ഓക്കെ. ഇതില് എൻറ്റയർലി നിങ്ങൾ ചിലപ്പോൾ ഒരു കാറ്റഗറിയിൽ വീഴുന്ന ആൾക്കാരാവൂല, ഫുള്ളി നിങ്ങൾ ഒരു കാറ്റഗറിയിൽ വീഴുന്ന ആൾക്കാരാവില്ല. പക്ഷെ നിങ്ങൾ മോസ്റ്റ്ലി ഏത് കാറ്റഗറിയിലാണ് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഐഡിയ ഉണ്ടാക്കണം. അപ്പൊ അതിൽ ഏതാണെങ്കിലും അതിൽ എഴുതുക, കാരണം എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്. അത് ഒരു കാറ്റഗറിയും മോശമല്ല, ഒരു കാറ്റഗറിയും മോശമല്ല. ഞാൻ ഓരോന്നിനും വേണമെങ്കിൽ എക്സാമ്പിൾ എഴുതിത്തരാം. ഇപ്പൊ നോർത്ത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓക്കെ സൗത്തിൽ നിന്ന് തുടങ്ങും. സൗത്ത് ഞാൻ പറഞ്ഞുതരാം. രത്തൻ ടാറ്റ, മദർ തെരേസ. ഓക്കെ. നോർത്ത് അഡോൾഫ് ഹിറ്റ്ലർ. ഓക്കെ.
ജോ ബൈഡൻ. ഓക്കെ, എങ്ങനെ എല്ലാത്തിനും എക്സാമ്പിൾ. ഓക്കെ, ഇപ്പൊ ഈ ഡബ്ല്യു. ഓക്കെ, ദിസ് ഡൊണാൾഡ് ട്രംപ്, വ്ളാഡിമിർ പുടിൻ, ഇതൊക്കെ ആരാന്ന് ചോദിക്കരുതേ. ഓക്കെ, വെസ്റ്റ് ഓർഗനൈസ്ഡ് ആണ്. സോ ലൈക്ക് ആരെങ്കിലും മനോജ് ശർമ്മേനെ അറിയില്ലേ? അറിയോ? ആരാ ഇപ്പൊ ഇറങ്ങിയ 12th ഫെയിൽ പടം ആരാ കണ്ടിട്ടുണ്ട്? ഓക്കെ, സോ അതെ, സോ ദാറ്റ് ഈസ് മനോജ് ശർമ്മ. ഓക്കെ, സോ നിങ്ങള് ആരും തെറ്റല്ല. ഇത് 4 ടൈപ്പ് ഓഫ് ലീഡർഷിപ്പാണ്. ഈ 4 ടൈപ്പ് ഓഫ് ലീഡർഷിപ്പിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ലീഡറും ആവാം. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുക, മോസ്റ്റ്ലി ഒരു 60%, 50%-ത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ ആ കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുക. രണ്ടിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും എഴുതുക ഏതാണെന്ന് വെച്ചാൽ. അങ്ങനെയല്ല, ഒറ്റ കാറ്റഗറി ചൂസ് ചെയ്യുക. അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന് പറയുന്നത് ഇതിൽ വിടുന്ന ആളാണ്. അതായത് ഒരു 60%-ഓളം ഇതിൽ പെടുന്ന ആളാണ്. ഓക്കെ, സോ അത് പറയാൻ മടിയൊന്നും വേണ്ട, ഏതായാലും അത് എഴുതാം. ആലോചിച്ച് വെക്കുക. നാല് പേർക്കുള്ള കപ്പാസിറ്റികളും വേറെ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് എഴുതാൻ പറയുന്നത്. നിങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇല്ല, നമ്മൾ ആരും പുറത്തു പറയുന്നില്ല. പേപ്പർ എന്റെ കയ്യിൽ തരും. കണ്ടുപിടിച്ചോ? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാ അത് രണ്ടും കൂടി കൂട്ടി 50-50 ആണെങ്കിൽ, ഒരു പെർസെന്റേജിന് നിങ്ങൾ ഈ ക്യാരക്ടറാണ് നിങ്ങളുടെ പുറത്ത് കൂടുതൽ എങ്കിൽ നിങ്ങൾ ആ ഇത് ചൂസ് ചെയ്യണം. 1% നിങ്ങൾ കൂടുകയാണെങ്കിൽ പോലും അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഏതാ പെടുന്നതെന്ന് വെച്ചാൽ, നോർത്ത് ആണെങ്കിൽ നോർത്ത് എന്ന് എഴുതുക, ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് എന്ന് എഴുതുക. 50-50 ആണെങ്കിൽ രണ്ടും എഴുതുക. ബട്ട് ആർക്കും അത് എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കൂല. അതിൽ അർത്ഥം മനസ്സിലാത്തവരുണ്ടാവും. സോ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡിസിപ്ലിൻഡ് ആണ്. അടുത്ത 6 മാസം ഞാൻ എന്ത് ചെയ്യണം അതിനുള്ള കറക്റ്റ് പ്ലാൻ ഉണ്ടാവും. സോ അതാണ് വെസ്റ്റ്. ഓക്കെ, അവരാരും അഡ്വൈസ് സ്വീകരിക്കില്ല. അഡ്വൈസ് സ്വീകരിക്കും, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യൂല. ഞാൻ കേൾക്കും, പക്ഷെ ഞാനത് എടുക്കൂല. സോ അതാണ് വെസ്റ്റ്. ഈ എന്ന് പറഞ്ഞാൽ ഈഗോ ഉള്ളവരാണ്. ഈഗോ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ അച്ചീവ്മെന്റ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യൂല. ഈവൻ ദോ അപ്രീഷിയേറ്റ് ചെയ്താലും ഉള്ളില് ഒരു ഇതുള്ളവര്, പക്ഷെ അവര് ആർട്ടിസ്റ്റിക് ആയിരിക്കും. ഉണ്ടാവും. ആരും 100% ഒന്നിൽ വരില്ല. 50-50 ആവൂല. അത് ആക്ച്വലി എങ്ങനെ പോകാൻ 60-30-10 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിലും ഫീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഫീച്ചർ എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞു എല്ലാവരുടെയും കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തത് ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ആണ്, കോപ്പി അടിക്കരുത്.
ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കയ്യിൽ 8 എട്ടുകളുണ്ട്. 8 എട്ടുകളുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉത്തരം 1000 ആയിരിക്കണം. നിങ്ങളുടെ കയ്യിൽ 8 എട്ടുകളുണ്ട്. ആ എട്ടുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആൻസർ നിങ്ങൾ 1000ലേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് പ്ലസ് ഉപയോഗിക്കാം ആൻഡ് സബ്സ്ട്രാക്ഷൻ ഉപയോഗിക്കാം. ഇത് രണ്ടും മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ ഓൺലി യൂസ് അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, ഗൂഗിൾ യൂസ് ചെയ്യായിരുന്നാൽ മതി. ഓക്കെ, ഇത് നമ്മൾ ആരാ, ഇത് ലോജിക്കലി ആരാ എത്ര എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, അതുകൊണ്ട് ആരും അതിൽ ചീറ്റ് ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ 8 എട്ടുകളുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ 1000 ആക്കണം. യു ക്യാൻ ഡു എനിത്തിങ് ബട്ട് ഓൺലി യൂസ് അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ. കിട്ടിയോ? ഉത്തരം കിട്ടിയവര് ഉത്തരം എഴുതുക, ഇല്ലാത്തവര് എഴുതണ്ട. ഓക്കെ, കിട്ടിയില്ല എന്ന് വെച്ചിട്ട് കുറ്റമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് മാത്രം. ജസീൽ കിട്ടിയോ? ഓക്കെ, എങ്ങനെ അറേഞ്ച് ചെയ്യാം? 8 എട്ടുകളുണ്ട് എൻ്റെ കയ്യിൽ, എനിക്ക് പ്ലസും മൈനസും ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം? എങ്ങനെയും ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങള് കണ്ണ് കാണാത്ത ഒരാള്,
ഓക്കെ, കണ്ണ് കാണാത്ത ഒരാളോട് നിങ്ങൾ ബ്ലൂ കളർ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? കണ്ണ് കാണാത്ത ഒരാളോട് നിങ്ങൾ ബ്ലൂ കളറിനെ പറ്റിയിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? അയാൾക്ക് ഇതേവരെ കണ്ണ് കണ്ടിട്ടില്ല. എനിക്ക് പറയണ്ട, എഴുതിയാൽ മതി. കണ്ണ് കാണാത്ത ഒരാളോട് നിങ്ങൾ നീല കളറിനെ പറ്റിയിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? എഴുതുക. ഐ ഡോണ്ട് വാണ്ട് ആൻസേഴ്സ്. എന്താണെന്ന് വെച്ചാൽ എഴുതുക. കണ്ണ് കാണാത്ത ഒരാളോട് നിങ്ങൾ നീല കളറിനെ പറ്റിയിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? അങ്ങനെയല്ല, അതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. കണ്ണ് കാണാത്ത ഒരാളോട് നിങ്ങൾ എങ്ങനെ നീല കളറിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും? അറിയോ? അറിയുന്നവർക്ക് എഴുതാം. ഉസൃച്ച് ചോദ്യമല്ല, അല്ലല്ല. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കണ്ണ് കാണാത്ത ഒരാളോട് നമ്മളെങ്ങനെ നീല കളറിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും? അയാള് ജീവിതകാലത്തിൽ കളറിനെ പറ്റിയിട്ട് അറിയാത്ത ഒരാളാണ്, കളർ കാണാത്ത ഒരാളാണ്. കാണാതിരിക്കാം, പക്ഷെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? അതാണ് ചോദ്യം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, ഈ റൂമിൽ എത്ര ടെന്നീസ് ബോളുകൾ കൊള്ളും? ഈ റൂമിൽ എത്ര ടെന്നീസ് ബോളുകൾ കൊള്ളും? ടെന്നീസ് ബോൾ എന്താണെന്നറിയില്ലേ? ഈ റൂമില്, ഇതൊക്കെ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ റൂമിൽ എത്ര ടെന്നീസ് ബോളുകൾ കൊള്ളും? ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഈ ബോളുകൾ ഈ റൂമിൽ, ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ഫ്രണ്ട് ചെയറിൽ ഇരിക്കുകയാണ്, ഈ റൂമിൽ എത്ര ടെന്നീസ് ബോളുകൾ കൊള്ളും? നിങ്ങളുടെ ആൻസർ എന്താന്ന് വെച്ചാൽ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പർട്ടിക്കുലർ ആൻസർ കൊടുക്കാതെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ റൂമിൽ എത്ര ടെന്നീസ് ബോളുകൾ കൊള്ളും? ഈ റൂം സ്പെസിഫൈഡ്, അത് ഞാൻ എക്സാക്ട്ലി ഇത്ര നമ്പർ കൊള്ളും എന്നുള്ളത് ഉണ്ടാവില്ലേ? ജനറൽ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഈ റൂമില്, അതായത് ഈ ഇരിക്കുന്ന റൂമില്, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ റൂമില് എത്ര ടെന്നീസ് ബോളുകൾ കൊള്ളും? അതൊക്കെ ലോജിക്കൽ ചോദ്യമാണ്. കേൾക്കുമ്പോ ഒരു ലെവലില്ലാത്ത ചോദ്യം ആയിരിക്കും.
ഓക്കെ, എന്തെങ്കിലും ഉത്തരം എഴുത കേട്ടോ. 4 എന്തെങ്കിലും ഉത്തരം എഴുതുക, എന്തെങ്കിലും ഉത്തരം എഴുതുക, അറിഞ്ഞില്ലെങ്കിലും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 ഫോറുകൾ ഉപയോഗിച്ചിട്ട് യു ഷുഡ് മേക്ക് ദ ആൻസർ 20. യു ക്യാൻ ഓൺലി യൂസ് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ വിത്തൗട്ട് യൂസിങ് ബോർഡ് മാസ് റൂൾ. എന്താ ബോർഡ് മാസ് റൂള്? ബോർഡ് മാസ് റൂൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, പിന്നെ അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ ചെയ്യണം. അപ്പോൾ ഈ റൂൾ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ ഏത് സിമ്പിളേ ഉപയോഗിക്കാൻ പറ്റൂ? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ, ഈ ഗ്യാപ്പുകളിൽ ഉപയോഗിച്ചിട്ട് യു ഷുഡ് മേക്ക് ദ ആൻസർ 20. പറ്റൂല, ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കാതെ. ഏത് ഉപയോഗിക്കാം? ഒന്നിൽ വേണമെങ്കിൽ പോസിറ്റീവ് ഉപയോഗിക്കാം, അടുത്ത ഗ്യാപ്പിൽ വേണമെങ്കിൽ ഡിവിഷൻ ഉപയോഗിക്കാം. എങ്ങനെ? നിനക്ക് കിട്ടിയോ? ആ 4 യൂസ് ചെയ്യണം. ആ 4 യൂസ് ചെയ്യണം. 4 ഇതല്ല, 4 യൂസ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം.
കഴിഞ്ഞോ? ഒക്കെ കഴിഞ്ഞോ? പറഞ്ഞോടുത്തറ ആ ചോദ്യങ്ങള്. ഫസ്റ്റത്തെ ചോദ്യം മറ്റേത് ഓക്കെ. ഫസ്റ്റ് ഇതാ 8 8 ഉപയോഗിച്ചിട്ട് 1000 ആക്കണം. പ്ലസും മൈനസും ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ആ, കണ്ണ് കാണാത്ത ഒരാൾക്ക് നീല നിറം എങ്ങനെ പറഞ്ഞുകൊടുക്കും? ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ റൂമിൽ എത്ര ടെന്നീസ് ബോൾ നമുക്ക് സ്റ്റോർ ചെയ്യാം? ബ്ലൂ നീല നിറം രണ്ടും തന്നെയല്ലേ? ആ രണ്ടും ഓക്കെ. ഞാൻ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു ക്വസ്റ്റ്യൻ, ഒന്ന് മലയാളത്തിൽ പറഞ്ഞു, അത്രയുള്ള വ്യത്യാസം. ഓക്കെ, വേറൊന്നുമല്ല. ഓക്കെ, ഈ റൂമിൽ എത്ര ടെന്നീസ് ബോൾ നമുക്ക് സ്റ്റോർ ചെയ്യാം ഈ റൂമിൽ? ഓക്കെ. നാലാമത്തെ ചോദ്യം, 4 ബോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് 20 ഉണ്ടാക്കാം? പ്ലസും മൈനസും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും യൂസ് ചെയ്തുകൊണ്ട്. കിട്ടിയോ? ഇല്ല.
ഇല്ലയോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്യാൻ ടൈം വരും കഴിഞ്ഞിട്ട്. ഓക്കെ, മൂന്ന് പേര് ചേർന്നിട്ട്, ഓക്കെ, രണ്ട് ഫാദറും രണ്ട് സൺസും ചേർന്നിട്ട് ഹണ്ടിങ്ങിന് പോയി. ഓക്കെ, രണ്ട് ഫാദേഴ്സും രണ്ട് മക്കളും ചേർന്നിട്ട് ഹണ്ടിങ്ങിന് പോയി. അവർക്ക് 3 മാനിനെ കിട്ടി. പക്ഷെ എല്ലാവർക്കും ഓരോ മാന് വീതം കിട്ടി. എങ്ങനെ? രണ്ട് ഫാദറും രണ്ട് മക്കളും ചേർന്ന് ഹണ്ടിങ്ങിന് പോയി. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹണ്ടിങ്ങിന് പോയി. അവർക്ക് 3 മാനിനെ കിട്ടി. മാനിനെ കിട്ടിയിട്ട് എല്ലാവർക്കും അത് ഈക്വൽ ആയിട്ട് ഓരോ എണ്ണായിട്ട് കിട്ടി. എങ്ങനെ? കുസൃതി ചോദ്യമൊക്കെ പോലെ തോന്നും. മനസ്സിലായോ? രണ്ട് ഫാദറും രണ്ട് സണ്ണും, രണ്ട് ഫാദേഴ്സും രണ്ട് സണ്ണും ചേർന്നിട്ട് ഹണ്ടിങ്ങിന് പോയി. അവർക്ക് 3 മാനിനെ കിട്ടി. നോർമലി ഈക്വൽ ആയിട്ട് 1 വെച്ചിട്ട് എടുക്കാൻ പറ്റൂല, കാരണം 3 അല്ലെ? ബട്ട് എല്ലാവർക്കും ഓരോ എണ്ണം വെച്ചിട്ട് കിട്ടി. എങ്ങനെ? എക്സ്പ്ലെയിൻ. സിമ്പിൾ ചോദ്യ. നോ കമ്മ്യൂണിക്കേഷൻ. കുസൃതി ചോദ്യം അല്ല. രണ്ടച്ഛനും രണ്ട് മക്കളും ചേർന്ന് ഹണ്ടിങ്ങിന് പോയി. അവർക്ക് കിട്ടിയത് 3 മാനാണ്. പക്ഷെ എല്ലാവർക്കും ഓരോ മാനിനെ വെച്ചിട്ട് വീതം വെക്കാൻ പറ്റി. എങ്ങനെ? 3 എണ്ണാണല്ലോ ഉള്ളത്. അതെങ്ങനെ നമ്മൾ ഓരോ എണ്ണാക്കിയിട്ട് വീതം വെക്കും? മാന് എൻറ്റയർ ഫുള്ള് ഒരു മാനായിട്ട് ഒരാൾക്ക് കിട്ടും. അതെങ്ങനെ? അതാണ് ചോദ്യം. ഒരു മാനിന് ഒരാൾക്ക്, ഒരു മാനിന് ഒരാൾക്ക്, ഓരോ മാനിന് ഒരാൾക്ക്, അങ്ങനെ കിട്ടി. നോർമലി പറയുകയാണെങ്കിൽ 2 + 2 4 പേരാണല്ലോ. അങ്ങനെ വരുമ്പോ 3 എണ്ണത്തിന് നമുക്ക് ഓരോന്നായിട്ട് വീതിക്കാൻ പറ്റൂല. എങ്ങനെ അവരത് ചെയ്തു? ഹൗ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ.
ഏതാണ്? ഏത്? 2 അച്ഛന്മാരും 2 മക്കളും ചേർന്ന് ഹണ്ടിങ്ങിന് പോയി, വേട്ടയ്ക്ക് പോയി. അവർക്ക് കിട്ടിയത് 3 മാനിനെയായിരുന്നു. ഇത് വീതം വെച്ചപ്പോ ഓരോരുത്തർക്കും ഒരു മാനിനെ ഫുള്ളായിട്ട് കിട്ടി. അത് എങ്ങനെ? CS അടിക്കണല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോവാ. ഓക്കെ ഓക്കെ. ഞാനൊരു ഷോപ്പിൽ പോയി അവിടെ നിന്നൊരു നെയിലെന്ന് പറഞ്ഞാൽ ആണിയും ഒരു ഫ്രെയിമും മേടിച്ചു. എൻ്റെ വീട്ടിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിമും ഒരു ആണിയും മേടിച്ചു. ഓക്കെ. ഫ്രെയിമിന്റെ വില ആണിയുടെ വിലയിനെക്കാട്ടിലും 29 രൂപ കൂടുതലാണ്. എങ്ങനെ? ഫ്രെയിമിന്റെ വില ആണിയുടെ വിലയിനെക്കാട്ടിലും 29 രൂപ കൂടുതലാണ്. ഞാൻ ഷോപ്പിൽ 30 രൂപയാണ് കൊടുത്തത്. എങ്കിൽ ആണിയുടെ വില എത്ര? സിമ്പിൾ. ഞാൻ ഷോപ്പിൽ പോകുന്നു, ഒരു ആണിയും ഒരു ഫ്രെയിമും മേടിക്കുന്നു. ഫ്രെയിമിന്റെ വില ആണിയുടെ വിലയെക്കാട്ടിലും 29 രൂപ കൂടുതലാണ്. ഞാൻ ഷോപ്പിൽ കൊടുത്തത് 30 രൂപയാണെങ്കിൽ ആണിയുടെ വില എത്ര? സിമ്പിൾ ചോദ്യം അല്ലേ? വീണ്ടും പറയണോ? ഞാൻ ഷോപ്പിൽ പോകുന്നു, ഷോപ്പിൽ നിന്നും ഒരു ആണിയും ഒരു ഫ്രെയിമും മേടിക്കുന്നു. ഫ്രെയിമിന്റെ വില ആണിയുടെ വിലയെക്കാട്ടിലും 29 രൂപ കൂടുതലാണ്. ഞാൻ ഷോപ്പിൽ കൊടുത്തത് 30 രൂപയാണ്. എങ്കിൽ ആണിയുടെ വില എത്ര? കഴിഞ്ഞോ? ഒന്നുകൂടി പറയാം. ഓക്കെ. ഞാൻ ഷോപ്പിൽ പോകുന്നു, ഷോപ്പിൽ നിന്ന് ഒരു ആണിയും ഒരു ഫ്രെയിമും മേടിക്കുന്നു.
ഫ്രെയിമിന്റെ വില ആണിയുടെ വിലയെക്കാട്ടിലും 29 രൂപ കൂടുതലാണ്. ഞാൻ ഷോപ്പിൽ കൊടുത്തത് 30 രൂപയാണ്. എങ്കിൽ ആണിയുടെ വില എത്ര? സിമ്പിൾ. നോ ഡിസ്കഷൻസ്. ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്, അതുകൊണ്ടാണ്. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ഉത്തരം മതി. ഈ ക്വസ്റ്റ്യന് എനിക്ക് ഉത്തരം മതി, എക്സ്പ്ലനേഷൻ വേണ്ട. Yes, you need exact answer plus explanation. ഇത്ര ക്വസ്റ്റ്യനാണുള്ളത്. നിങ്ങൾക്ക് അരമണിക്കൂർ എടുക്കാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉത്തരം എഴുതണം എന്നുണ്ടെങ്കിൽ. പക്ഷെ എന്തെങ്കിലും ഉത്തരം എഴുതണം. ഒരു ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ആക്കി വിടാൻ പാടില്ല, എന്തെങ്കിലും ഉത്തരം എഴുതണം. യെസ്. കഴിഞ്ഞോ? നാലാമത്തിന് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? എന്തെങ്കിലും പറ, എന്തെങ്കിലും എക്സ്പ്ലെയിൻ. എന്റെ കഴിഞ്ഞോ? ഓക്കെ. യെസ്. എക്സാക്ട് ഉത്തരം എഴുത്. എക്സാക്ട്. ഐ നീഡ് എക്സാക്ട് ഉത്തരം. ടെന്നീസ് ബോളിൽ എല്ലാ ക്വസ്റ്റിനും എക്സാക്ട് ഉത്തരം. നിങ്ങൾക്ക് ഈ റൂമിൽ 500 ടെന്നീസ് ബോൾ കൊള്ളുന്നുണ്ടെങ്കിൽ 500 ആൻഡ് വൈ 500. എക്സാക്ട് നമ്പർ 537 എന്നാണെങ്കിൽ 537. മറ്റേത് ഓർമ്മല്ലേ? ഏതായിരുന്നു പടം? മിസ്റ്റർ മരുമകൻ. മുടി തലയിൽ എത്ര മുടിയുണ്ട്? ഓക്കെ, അതേപോലെ എക്സാക്ട് നമ്പർ. അല്ല, അങ്ങനല്ല, അതിനുള്ള കാരണം കൂടി എഴുതണം. ഞാനൊരു റെഫറൻസ് തന്നുള്ളൂ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ക്വസ്റ്റ്യൻ അല്ല അത്. ഒന്ന്, നോർത്ത്. നോർത്ത് എന്ന് പറയുന്ന ആൾക്കാര് അഗ്രസീവ് ആയിരിക്കും. ഓക്കെ, അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം എടുത്ത വഴി നമ്മൾ തന്നെ ചെയ്യും, അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ അതേപോലെ ഒരു ബോസ് എന്നുള്ള ലെവലിലുള്ള ആൾക്കാരായിരിക്കും. ഒന്ന്. സൗത്ത് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരോട് കരുണയുള്ള ആൾക്കാരായിരിക്കും, പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ. വെസ്റ്റ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരായിരിക്കും, കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവര് പുറത്തു നിന്ന് അഡ്വൈസുകൾ എടുക്കൂല. ഓക്കെ. ഈസ്റ്റ് എന്ന് പറയുന്നവര് ഈഗോ ഉള്ളവരായിരിക്കും, ബാക്കിയുള്ളവർ അച്ചീവ് ചെയ്യുന്നതിൽ അസൂയ വരുന്നവരും ഉള്ളവരാണ് ഈ ഈഗോയിസ്റ്റിക്. പക്ഷെ അവർക്ക് കലപരമായിട്ടുള്ള കഴിവുകൾ നല്ലോണം. ഇതിൽ ഏതിലാണ് ഈ പെടുക എന്നുള്ളത് എഴുതുക. എല്ലാത്തിലും കുറച്ച് കുറച്ച് അംശമുള്ളവരുണ്ടാവും, പക്ഷെ ഏറ്റവും കൂടുതൽ ഏതിലായിരുന്നു വരുന്നത് എന്നുള്ളത്. എക്സാക്ട് നമ്പർ 5016 എന്നാണെങ്കിൽ 5016. ഓക്കെ. അല്ലാതെ 5000 മുതൽ 10,000 വരെ കൊള്ളും എന്നല്ല. 5016 5016. അതിന്റെ കാരണം എഴുതണം. നമ്പർ മാത്രം എഴുതിയാൽ പോരാ, അതിന്റെ കാരണവും എഴുതണം. കറക്റ്റ് നമ്പർ. ഇപ്പൊ ഇതിൽ നമ്മൾ ടെന്നീസ് ബോളാണ് നിറച്ചാൽ ചിലപ്പോൾ 5019 കൊള്ളുന്നുണ്ടെങ്കിൽ 5019 കൊണ്ടു. അതിനുള്ള കാരണം യെസ്. ഇതിന്റെ ഇടയിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ഇടാം. ഇല്ല, ഇതിന്റെ ഇടയിൽ എന്ത് വേണമെങ്കിലും ഇടാം. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും വരണ്ട, ആ സിമ്പിൾ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. ഫോർമുലയിൽ ഒരു ട്വിസ്റ്റും നടത്താൻ പറ്റൂല. ഇല്ല. യെസ്, പ്ലസോ മൈനസോ എത്ര വേണമെങ്കിലും ഒരു വർഷം. സോ ആ ക്വസ്റ്റ്യൻ ചോദിച്ചവർക്ക് അതിന്റെ ഉത്തരം അറിയാം. അല്ല, ഓൻ ചോദിച്ചോണ്ട് എനിക്കറിയാം, ഓന് അതിനുള്ള ഉത്തരം അറിയാം. നിങ്ങളുടെ ഫൈനൽ പരീക്ഷ ഒന്നുമല്ല, അതുകൊണ്ട് ഒരുപാട് സ്ട്രെസ് എടുത്തിട്ടൊന്നും ഉത്തരം എഴുതാൻ നോക്കണ്ട. ഓക്കെ. ജസീലിന്റെ കഴിഞ്ഞിരിക്കണു. ഇതെന്താടാ 50-50 ആണോ? ആണോ? ഓക്കെ. ഓക്കെ. ഇതന്നെ കഴിഞ്ഞോ?
എന്തെങ്കിലും ഉത്തരം എഴുതാം, എന്തെങ്കിലും തെറ്റിക്കാൻ ഉത്തരം എഴുതാം. എടാ ഈ നാലാമത്തേന് ഇപ്പോഴും എക്സ്പ്ലനേഷൻ കൊടുത്തില്ലേ? ഏ കിട്ടണില്ല. ഓക്കെ ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ല, നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ല അല്ലേ? ടെന്നീസ് ബോൾ അല്ല, ടെന്നീസ് ബോളാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ എഴുതിയാലും അറിയാം. ആറോ ഇത് മറ്റേ ഹണ്ടിങ്, മറ്റേ വേട്ടക്ക് പോയത്. നോ നോക്കണ്ട. അറിയാത്ത ക്വസ്റ്റ്യൻസിന് തെറ്റായ ഉത്തരങ്ങൾ എഴുതുക. ഏതൊക്കെയാണ് അറിയാത്തത്? 4ന്റെയോ 8ന്റെയോ? ബ്ലൂവിന്റെ അറിയില്ല. ഓക്കെ, അത് ഈ ക്ലാസ്സിലിരിക്കുന്ന ഒരു മനുഷ്യനും കൃത്യമായി അറിയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെന്നീസ് ബോളും അറിയില്ല. അതെന്തെങ്കിലും എഴുതിക്ക്. തെറ്റാണെന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ, കുഴപ്പമില്ല. എന്താ വായിച്ച കോപ്പിയുടെ ഇല്ല കേട്ടോ. ആക്ച്വലി ഞാൻ 8 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 8 ക്വസ്റ്റ്യൻ ഉണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത് ഞാൻ പറയാന്നല്ല, ഓൾറെഡി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞു, നിങ്ങൾ അതിനുള്ള ഉത്തരവ് തന്നു. ഞാൻ 8ന് എഴുതിയില്ല. അല്ല, തെറ്റിച്ച് എഴുതിക്കോ. വരച്ചത് കഴിഞ്ഞോ?
എന്താ അസലേ? ഏ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നാലാമത്തല്ലോ. രണ്ടച്ഛനും രണ്ട് മക്കളും കൂടിയിട്ട് വേട്ടയ്ക്ക് പോയി. വേട്ടയ്ക്ക് പോയപ്പോ 3 മാനിനെ കിട്ടി. ഈ 3 മാനിനെ കിട്ടിയപ്പോ ഓരോരുത്തർക്കും ഓരോ മാനിനെ വെച്ചിട്ട് വീതിച്ചു. അതെങ്ങനെ? എന്തായി? ചെയ്യാം. ശബാബേ കഴിഞ്ഞോണോ? എന്റെ ഉണ്ടെങ്കിൽ തരുക. എട്ടിന്റെ ഇല്ല. മസല യെസ് ആണ്.
ഓക്കെ, എല്ലാവരെയും കഴിഞ്ഞോ? വാരിസോ കഴിഞ്ഞു, വാരിസോ കഴിഞ്ഞു, എല്ലാവരുടെയും കഴിഞ്ഞു. ഓക്കെ, ഓക്കെ. ഫസ്റ്റത്തെ ചോദ്യം എന്തായിരുന്നു? ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുക അല്ലേ? ഓക്കെ, ഞാൻ ഇന്ന ആൾ ഇന്നതൊന്നും ഞാൻ പറയുന്നില്ല. ആരെങ്കിലും സൗത്തിലുണ്ടെങ്കിൽ, ആരെങ്കിലും സൗത്തിലോ ആരെങ്കിലും വെസ്റ്റിലോ ഉണ്ടെങ്കിൽ മോശമല്ല. സൗത്തിലുള്ളവര്, സൗത്ത് കാറ്റഗറി പെടുന്നവര് നിങ്ങളുടെ ടെൻഷനെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ സെൻസിറ്റീവ് ആണെങ്കിൽ സെൻസിറ്റീവ് കൺട്രോൾ ചെയ്യേണ്ടതാണ്, ഇല്ലെങ്കിൽ എക്സാമുകൾ കൊളാക്കും. ഓക്കെ, നൗ വെസ്റ്റിലുള്ളവര്, നിങ്ങൾ പോകുന്ന റൂട്ട് കറക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. വെസ്റ്റിൽ ഉള്ളവരുണ്ടെങ്കിൽ, വെസ്റ്റ് എന്താ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ബാക്കിയുള്ളവരുടെ അഡ്വൈസസ് സ്വീകരിക്കില്ല. അപ്പൊ നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, നിങ്ങൾ ശരിയായ പാതയിലാണ് എന്ന് നിങ്ങൾക്ക് ഷുവർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ അഡ്വൈസസ് സ്വീകരിക്കാം. ഓക്കെ, ഈ 2 കാറ്റഗറി ഉള്ളൂ, ബാക്കി 2 കാറ്റഗറിക്കും ഒരു പ്രശ്നമല്ല. ഓക്കെ, സൗത്ത് നല്ല സ്വഭാവമാണ്, സെൻസിറ്റീവും സിമ്പത്തറ്റിക്കും എംപത്തറ്റിക്കും ഒക്കെ നല്ല തന്നെയാണ്. പക്ഷെ സെൻസിറ്റീവ്നെസ് ചിലപ്പോ നമുക്ക് പ്രശ്നമായിട്ട് വരും. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇതല്ലേ രണ്ടാമത്തെ ചോദ്യം? നൗ ഇതിന്റെ ഉത്തരം സിമ്പിൾ ആണ്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവണം. ഇറ്റ് ഈസ് 888 പ്ലസ് 88 പ്ലസ് 8 പ്ലസ് 8 പ്ലസ് 8 is 1000. Okay, so 888 plus 88 is 974. 974 plus 8 is 982. Sorry, എത്രയാണോ വരിക? 976 plus 8 is 984, 992 and 1000. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ടെന്നീസ് ബോൾ അല്ല, ബ്ലൈൻഡ്. ഓക്കെ, സോ ബ്ലൈൻഡിന്റെ കാര്യത്തില് എന്തായിരിക്കും ഉത്തരം? സോ ആക്ച്വലി ബ്ലൈൻഡിന്റെ കാര്യത്തിൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സ്കൈ ഓർ ഓഷ്യൻ എന്നാണ്. അതാണ് അതിന്റെ ഉത്തരം. സ്കൈ ഓർ ഓഷ്യൻ എന്നാണ് അതിന്റെ ഉത്തരം. കാരണം ഓഷ്യന്റെ തിരകളെ കാണിച്ചു കൊടുത്ത്, മീൻസ് കേൾപ്പിച്ചു കൊടുത്തിട്ട് ഇതാണ് ബ്ലൂ എന്ന് പറയാം. അപ്പൊ നാളെ ഇനി അവര് തിരകൾ കേൾക്കുമ്പോ ബ്ലൂ എന്നുള്ള കളർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ കളർ ഓഫ് ദ ഓഷ്യൻ എന്ന് പറയും. കാണണ്ട, അയാൾ ഒരിക്കലും കാണാൻ പോകില്ല. പക്ഷെ നാളെ ഒരാൾ ചോദിക്കുമ്പോ അയാൾക്ക് എന്ത് പറയാം? ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? ഇറ്റ്സ് എ കളർ ഓഫ് ഓഷ്യൻ എന്ന് പറയാം. അതൊരു ലോജിക്കൽ ചോദ്യമാണ്. ആണല്ലോ, ഓഷ്യന്റെ കളർ ബ്ലൂ ആണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? ടെന്നീസ് ബോളിന്റെ. സോ ടെന്നീസ് ബോളിന്റെ ചോദ്യത്തിന് ഒരു ഉത്തരല്ല. ടെന്നീസ് ബോളിന്റെ ചോദ്യത്തിന് ഒരു ഉത്തരല്ല. പക്ഷേ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്തും ആവാം. 800 എന്നാണെങ്കിൽ 800. പക്ഷെ നിങ്ങൾ എങ്ങനെ ഉത്തരം എഴുതണം? ഇറ്റ് ഈസ് ബിക്കോസ് the square feet of this room is 100. Each square feet consists, in each square feet we can hold almost itra ball. So the entire room can occupy ഇത് എന്നുള്ളത്. നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല അല്ലെ? നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത ഉത്തരത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ചോദ്യം വലിയ പാരഗ്രാഫ് ആയിട്ടൊരു ചോദ്യം വരുന്നു. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിപ്പോ ഡയറക്ടേഴ്സിന്റെ അടുത്താണ് ചോദിക്കുന്നത്, പക്ഷെ എന്താ ചോദ്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ചില ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ട്. CSET എഴുതിയവർക്കും അറിയുണ്ടാവും, ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ഫ്രെയിം ചെയ്യാൻ പറ്റൂല. പക്ഷേ പ്രൊഫഷണൽ എക്സാമിന്റെ ബ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമല്ല ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമല്ല ഉണ്ടാവുക, ആ മൾട്ടിപ്പിൾ ഉത്തരങ്ങളിലെ ഏതെങ്കിലും ഒരു ഉത്തരത്തിന് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് അറിയുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം കാണിച്ചുതരാം. ഇപ്പൊ ഫോർ എക്സാമ്പിള് ഒരു ടാക്സിന്റെ ഇതാണ്. ഇപ്പോ ടാക്സിന്റെ കാര്യത്തില് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്ലോട്ട് ഓഫ് ലാൻഡ്, നമുക്കൊരു ലാൻഡ് ഉണ്ട്. ഈ ലാൻഡിൽ നമ്മള് ബിൽഡിങ് പണിതു. ഈ ബിൽഡിങ്ങും ഈ ലാൻഡും നമ്മൾ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് വിൽക്കേണ്ടി വരും. ആ വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 3 കോടി രൂപ വാങ്ങിയ ആള് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിത് പണിയാൻ വേണ്ടി എടുത്തത് 2 കോടി രൂപയാണ്. അപ്പൊ നമ്മുടെ ലാഭം എത്രയാ? 1 കോടി രൂപ നമ്മളുടെ ലാഭമാണ്. ഇത് ഓക്കെ ആണല്ലോ. അതായത് നമ്മളൊരു ബിൽഡിംഗ് പണിതു, അതിന്റെ കോസ്റ്റ് 2 കോടി രൂപയാണ്. നമ്മളത് വിറ്റപ്പോ നമുക്ക് കിട്ടിയത് 3 കോടി രൂപ. പക്ഷെ ഈ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് ഇയാളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, അച്ഛന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തോ ഇല്ലയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ കോസ്റ്റ് നോക്കിയാൽ മതി. ടാക്സ് പറയുന്നത് ഈ 1 crore ആണ് ലാഭം എന്നുള്ളതാണ്. ഓക്കെ, ഇത് ആസ് പെർ ആ പർട്ടിക്കുലർ സെക്ഷനിൽ പറയുന്നതിനനുസരിച്ചിട്ടുള്ള നിയമമാണ്. ഓക്കെ, സോ ഈ 1 crore ആണ് എന്ത് നമ്മളുടെ ഉത്തരം. പക്ഷേ ഈ 2 ലക്ഷവും ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കി 99.8 ലക്ഷവും ശരിയുത്തരാണ്. അത് കാരണം എന്താന്ന് വെച്ചാല്, ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കേസ് ലോ ഉണ്ട്, അജിത് കുമാർ ജഗോഡിയ എന്ന് പറഞ്ഞിട്ട്. അത് ഏതോ ഒരു വ്യക്തി സുപ്രീം കോടതി പോയിട്ട് അതിന് അനുകൂല വിധി മേടിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉത്തരം ഇതാണ്, നമ്മുടെ കോർട്ട് കൊടുത്തിരിക്കുന്ന ഉത്തരം ഇതാണ്. സോ ഇത് 2 എഴുതിയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷെ വേറെ എന്താ നമുക്ക് വേണ്ടത്? നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഈ ജഡ്ജ്മെന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയണം. സോ ക്വസ്റ്റ്യനുകൾ ചില ടൈമിൽ അങ്ങനെയാണ്, നമുക്ക് ഉത്തരം ഒരു പർട്ടിക്കുലർ സാധനമാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ ആളോട് ചോദിച്ചിട്ടുണ്ടാവും, അയാൾ ഒരു ഉത്തരം പറയും, നമ്മുടെ ഉത്തരം നമ്മളുടെ തെറ്റാണെന്നല്ല അതിനർത്ഥം. ഒരു ക്വസ്റ്റ്യന് ചിലപ്പോൾ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരാം. 4 അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ടെന്നീസ് ബോളിന്റെ കഴിഞ്ഞു. പിന്നെ 4ന്റെ ആണോ? 4ന്റെ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് സിമ്പിൾ. ഇറ്റ് ഈസ് 4 divided by 4 plus 4 multiplied by 4. 4 divided by 4 is 1 plus 4 is 5 multiplied by 4 is 20. അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? അതല്ല. 2 അച്ഛനും 2 മക്കളും കൂടിയിട്ട് ഹണ്ടിങ്ങിന് പോയി. ഓക്കെ, അവർക്ക് 3 ഡിയറിനെ കിട്ടി. എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് വീതം വെച്ചു എന്നാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ക്ലാസ് റൂമിൽ പലവരും ഇരിക്കുന്നുണ്ടാവും, നിങ്ങൾ ശരിയാക്കി എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ശരിയാക്കി എന്ന് വിചാരിക്കും, പക്ഷെ അത് തെറ്റാണ്. ഓക്കെ, ആക്ച്വൽ ഉത്തരം എന്താ? ഫിദ? സോ ഒരച്ഛൻ, ഓക്കെ, അയാളുടെ മകൻ, ഓക്കെ, സോ ദർ ആർ 2 fathers and 2 sons. അല്ലേ? 2 ഫാദേഴ്സ് ഉണ്ട്, 2 മക്കളും ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരെ വെച്ച് കൊടുത്തു. അല്ലാതെ 2 ഫാദറും 1 മകനുമല്ല, അങ്ങനെ എഴുതിയവരും ഉണ്ട്. അതും തെറ്റാണ്. ഓക്കെ, മനസ്സിലായോ? എന്റെ വെല്ലുപ്പ, എന്റെ ഉപ്പയും ഈയും കൂടി ഹണ്ടിങ്ങിന് പോയി. എത്ര ഉപ്പമാരുണ്ട് അതില്? തെറി വിളിച്ചല്ല. എത്ര ഉപ്പമാരുണ്ട്? 2 ഉപ്പമാരുണ്ട്. എത്ര മക്കളുണ്ട്? 2 ആണ്. അതാണ് അതിന്റെ
ഉത്തരം. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ട് ഉമ്മമാർക്ക് ഒരു മാനും രണ്ട് മക്കൾക്ക് ഒരു മാനും. അല്ലടാ, 3 പേരെ പോയിട്ടുള്ളൂ. അതില് 2 ആള് ഫാദറാണ്. മക്കളുള്ളവരൊക്കെ ഫാദർ ആണല്ലോ. ഇയാളുടെ മകനുണ്ട്, ഇയാളുടെയും മകനുണ്ട്. അതുകൊണ്ട് 2 ഫാദേഴ്സ് ഉണ്ട്. 2 സൺസും ഉണ്ട്. മനസ്സിലായോ? അതാണ് അതിന്റെ ഉത്തരം. ഇനി നെക്സ്റ്റ് ചോദ്യം എന്തായിരുന്നു? ഇതോ? 4 divided by 4 1 plus 4 5 multiplied by 4 20. ബോർഡ് മാസ് റൂൾ പറ്റൂല. ഓക്കെ, 4/4 1 പ്ലസ് 4 5 ഇൻറ്റു 4 20. ഓക്കെ, നൗ നെക്സ്റ്റ് ഫ്രെയിമിന്റെ കണക്ക്. നൗ ഫ്രെയിമിന്റെ കണക്ക് ഇതും അതുപോലെയാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ശരിയാക്കി. നിങ്ങൾ എന്താ അറിയോ, ഇതാണ് പെർസെപ്ഷൻ എന്ന് പറയാം. ഞാനിവിടെ ഫ്രെയിമിന്റെ കണക്കിന്റെ ഫ്രെയിമിന്റെ മുകളിൽ 29 എന്ന് ഇട്ടത് മനഃപൂർവ്വമാണ്. ഓക്കെ, നെയിലും ഉണ്ട് ഫ്രെയിമും ഉണ്ട്. നിങ്ങൾ ഈ 29 കണ്ട ഉടനെ നിങ്ങൾ മൈൻഡിൽ എന്ത് വിചാരിച്ചു എന്ന് അറിയോ? നെയിലിന്റെ വില 1 ആണ്. അത് നിങ്ങളുടെ മൈൻഡിൽ ഫീഡായി. ആണോ? അല്ല, 29 രൂപ കൂടുതലാണ് എന്നാണ് പറഞ്ഞത് അല്ലെ? നെയിലിന്റെ വില 1 രൂപയാണെങ്കിൽ 29 രൂപ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഫ്രെയിമിന്റെ വില 30 ആയില്ലേ? അപ്പൊ എങ്ങനെ 30 രൂപയ്ക്ക് മൊത്തം മേടിക്കാൻ പറ്റുക? അല്ല, ഞാൻ എന്താ ചോദിച്ചത്? ഞാൻ ഷോപ്പിൽ പോയി ഒരു നെയിലും മേടിച്ചു, ഒരു ഫ്രെയിമും മേടിച്ചു. ഫ്രെയിമിന്റെ വില 29 രൂപ നെയിലിനെക്കാട്ടിലും കൂടുതലാണ് എന്നല്ലേ പറഞ്ഞത്? ഫ്രെയിമിന്റെ വില 29 ആണ് ഞാൻ പറഞ്ഞു. ഫ്രെയിമിന്റെ വില 29 ആണ് എന്ന് പറഞ്ഞാലേ നെയിലിന്റെ വില 1 ആവുള്ളൂ അല്ലേ? ഫ്രെയിമിന്റെ വില 29 രൂപ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 30 രൂപയ്ക്ക് അത് വാങ്ങണമെങ്കിൽ നെയിലിന് 50 പൈസ ആവണം എന്നല്ലേ? അല്ലേ? നെയിലിന് 50 പൈസ ആയാലേ 29 രൂപ കൂടിയാൽ 29.50 പൈസ ഫ്രെയിമിന് വരും. 2 കൂട്ടിയാൽ 30 വരുള്ളൂ. ആരെങ്കിലും ആൽജിബ്രിക് ഇക്വേഷനോ എന്തെങ്കിലും ഇടാൻ നോക്കിയോ? ഇല്ല. സോ എങ്ങനെയാ? നെയിൽ പ്ലസ് നെയിലിക്കുടി 29 കൂട്ടിയാൽ ഈസ് 30 അല്ലെ? നെയില് അതിന്റെ വിലയിൽ കൂടി നെയിലും 29 കൂട്ടിയാൽ 30. 2 നെയില് ഈക്വൽ ടു 30 മൈനസ് 29 അല്ലെ? ഇത് പുറത്തോട്ട് പോയി നെഗറ്റീവായി. 2 നെയിൽ ഈക്വൽ ടു 1 രൂപ. 2 നെയിലിന് 1 രൂപ. അങ്ങനെയെങ്കിൽ 1 നെയിൽ ഈക്വൽ ടു 1/2 ഈക്വൽ ടു 0.50. അങ്ങനെയല്ലേ വരിക അല്ലേ? ഓക്കെ, സോ നമ്മൾ എഴുതുന്ന ഉത്തരങ്ങള് നമ്മൾ 100% കോൺഫിഡന്റ് ആയിരിക്കും ശരിയായിരിക്കുന്നത്, പക്ഷെ അല്ല. ഓക്കെ, അപ്പോ ഇനി ഇതില് എനിക്ക് ഉറപ്പായിരുന്നു ഇതിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ശരിയാക്കും എന്നുള്ളത്. എനിക്ക് ഉറപ്പായിരുന്നു റാഷിദ് ഏറെക്കുറെ ഉത്തരങ്ങളൊക്കെ എഴുതുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. സോ അതേപോലെ തന്നെ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാലും എനിക്കറിയാം അതെങ്ങനെ വർക്ക് ചെയ്യണത് എന്നുള്ളത്. സോ 90% ആൾക്കാര് എന്താണ് ലോജിക്കില് ബാക്കിലാണ്. ലോജിക്കല് ബാക്കിലാണെന്നുള്ള അർത്ഥം ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല. ലോജിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി, അതായത് യഥാർത്ഥ അർത്ഥം, ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ല ചോദിച്ചാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നതിൽ ബാക്കിലാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്?
കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതിന്റെ ആൻസർ കീകൾ നോക്കണം. ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ പ്രസന്റേഷൻ ആയിരുന്നു. അതൊരു ക്വസ്റ്റ്യൻ അല്ല, നിങ്ങളുടെ പേപ്പർ പ്രസന്റേഷൻ ആണ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. പേപ്പർ പ്രസന്റ് ചെയ്തതിൽ പലവരും മറ്റേ വർക്കിംഗ് നോട്ട് എഴുതണ പോലെ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, എക്സാമിലും ഇതേ സാഹചര്യത്തിൽ ഞങ്ങൾ ഇരിക്കാൻ പോണത്. കാരണം 100% ചോദ്യം നിങ്ങൾക്ക് അറിയാൻ പോണില്ല. ഓക്കെ, നിങ്ങൾ ഇതേ ടെൻഷനിലാണ് ഇരിക്കുക, ഇതേപോലെ ടൈം പ്രഷർ ഉണ്ടാവും, ഇതേപോലെ ആയിരിക്കും നിങ്ങൾ ഉത്തരം എഴുതാൻ പോണത്. സോ എഴുതുന്നത് ഇപ്പോഴേ നേരാക്കിയാലേ എക്സാമിന് പോയി ഇരിക്കുമ്പോൾ മര്യാദക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ടേക്ക് അവേസ് ഇതാണ്. സൗത്തും വെസ്റ്റിലും ഉള്ള ആൾക്കാർ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ആരാ എന്താണെന്ന് ഞാൻ പറയില്ല. സൗത്തിലും വെസ്റ്റിലും ഉള്ള ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൗത്തിലുള്ളവര് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, വെസ്റ്റിലുള്ളവര് നിങ്ങൾ സഞ്ചരിക്കുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് 100% ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അഡ്വൈസുകൾ സ്വീകരിക്കാതെ തന്നെ മുന്നോട്ട് പോവുക. അല്ല, നിങ്ങൾക്ക് അതിൽ ഷുവർട്ടി ഇല്ല എങ്കിൽ അഡ്വൈസുകൾ സ്വീകരിക്കുക. 2, ലോജിക്കല് വീക്കാണ് ആരൊക്കെ എന്തൊക്കെയാന്നൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഉത്തരങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആരെങ്കിലും ലോജിക്കല് വീക്കായിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ലോജിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ തന്നെ പറയാം, ലോജിക്കല് വീക്കായവര് ടാക്സ്, കമ്പനി അക്കൗണ്ട്സ് ആൻഡ് FM ഈ 2 സബ്ജക്റ്റുകൾ മര്യാദക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഈ 2 സബ്ജക്റ്റും ടഫ് ആവാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ടാക്സ്. ഓക്കെ, അപ്പോ ലോജിക്കലി വീക്ക് ആണ് എന്ന് തോന്നുന്നവര് ഏതൊക്കെ സബ്ജക്റ്റുകൾ നോക്കണം? മെയിനായിട്ട് ടാക്സും കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റും നോക്കണം. ഓക്കെ, അതേപോലെ കളർ ഓഫ് ദ സ്കൈ തെറ്റിച്ചവര്, കളർ ഓഫ് ദ സ്കൈ ഇതിൽ ഒരു ഉത്തരം എഴുതാൻ കഴിയാത്തവര് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഉത്തരം അറിയില്ല. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഉത്തരം അറിയില്ല. എനിക്കും അറിയില്ല, ഞാൻ പോയി എഴുതിയാലും എനിക്കും അറിയില്ല. നമ്മൾ ചെയ്യേണ്ടത് അറിഞ്ഞിട്ടില്ലെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കണം. ഓക്കെ, നമുക്ക് അറിയണ്ടാവില്ല കളർ ഓഫ് ദ സ്കൈ എന്ത് പൊട്ട ചോദ്യം ചോദിക്കണ്ടാവും. പക്ഷെ അറിയാത്ത ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എവിടെങ്കിലും ഒരു ഹിന്റ് പോയിന്റ് വീണ് കിട്ടിയാൽ ആ ഹിന്റ് പോയിന്റ് കയറിയിട്ട് അതിനുള്ള ഉത്തരം എഴുതാനുള്ള ഇത് ഉണ്ടാക്കി എടുക്കണം. പിന്നെ ഉള്ളത് പ്രസന്റേഷൻ. നിങ്ങൾ ഇവിടെ എങ്ങനെ എഴുതണോ അതേപോലെ തന്നെ എക്സാമിന് എഴുതാൻ പാടില്ല. ഞാൻ പറഞ്ഞുതരാം, ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ആദ്യത്തെ 2 പേജ് അടിപൊളിയായിരുന്നു. എക്സാമിന്റെ ഫസ്റ്റത്തെ 2 പേജ് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടുണ്ടാവും. ബാക്കിയുള്ളതൊക്കെ ടൈം ഉണ്ടാവില്ല, നമ്മൾ എഴുതി എങ്ങനെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോ ആ സ്കില്ല് ഇപ്പൊ തന്നെ ഡെവലപ്പ് ചെയ്താലേ അവിടെ പോയിട്ട് എഴുതുമ്പോ ഞാൻ തന്നെ ആലോചിക്കുക, വായിക്കാൻ എക്സാമിനർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊരു ഇതെടുക്കുകയാണ്, അല്ല ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുകയാണ്, പേപ്പർ കാണുമ്പോ തന്നെ ഞാന് തളരും. ഇത് വായിക്കാൻ തോന്നണ്ടേ? എത്ര നന്നായിട്ട് നിങ്ങൾ ആൻസർ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സാധനം വായിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ ഞാനത് വായിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഹിന്റ് പോയിന്റ് നോക്കിയിട്ട് എന്തെങ്കിലും മാർക്ക് ഇട്ടിട്ട് പോകും. അപ്പോൾ പ്രസന്റേഷൻ നേരാക്കുക. ഈ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ ഉള്ളത്. പിന്നെ പഠിക്കാനുള്ള കാര്യം മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യണം. ബെയർ മിനിമം 4-5 മണിക്കൂറെങ്കിലും ഡെയിലി. ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിസംബർ എക്സാമിൽ പോണവര്, ജൂണിലുള്ളവരുടെ കാര്യം ഞാൻ പറയാം. ഡിസംബർ എക്സാമിന് പോണവര് മിനിമം 4-5 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യണം. ജൂൺ എക്സാമിന് പോണവര് ഒരു 8 hour എങ്കിലും സ്പെൻഡ് ചെയ്യണം. ഓക്കെ,
എന്താ ജൂണിൽ എക്സാം? 4 മണിക്കൂർ എക്സ്ട്രാ. അല്ലല്ല, ജൂണിൽ എക്സാം എഴുതാൻ പോണവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ആ അല്ലല്ല, ഈ വരുന്ന ജൂൺ എക്സാം ഫോക്കസ് ചെയ്യണവര് മിനിമം 8 മണിക്കൂർ, ഒരു ആവറേജ് 8 മണിക്കൂർ എഫക്റ്റീവ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. ICSIയുടെ മെറ്റീരിയൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശമുള്ളവര് ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. അനുഭവം കൊണ്ട് പറയാണ്, ICSIയുടെ മെറ്റീരിയൽ 100% പെർഫെക്റ്റ് മെറ്റീരിയൽ ആണ്. പക്ഷേ എല്ലാവരും അതന്നെ അഡ്വൈസ് ചെയ്യാം. പക്ഷേ പറയണ ടൈം ഫ്രെയിം ജൂണാണ്. ജൂണിൽ ആ മെറ്റീരിയൽ കവർ ചെയ്യുക എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മെറ്റീരിയൽ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും എത്ര ടഫായിരിക്കും എന്നുള്ളത്. അപ്പോ ആർക്കെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ദുഷ്യന്ത് ജെയിൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ മെറ്റീരിയൽ ഉണ്ട്. അല്ല, നമ്മൾ ഓർഡർ ചെയ്ത് തരണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് തരും. ആ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക, ആ മെറ്റീരിയൽ വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. പ്ലസ് ടാക്സ്മാനും ക്രാക്കറും ICSIയുടെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ICSI ബുള്ളറ്റിനുകൾ ഇറക്കാറുണ്ട്. ബുള്ളറ്റിനുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസും വരും. ICSIയുടെ ബുള്ളറ്റിൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാവും, അനുഭവം ഉണ്ടാവും. ബുള്ളറ്റിനിന്റെ എക്സാം എഴുതിയവർക്ക് അറിയുണ്ടാവും ബുള്ളറ്റിനിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നിരുന്നു. അപ്പൊ ആ ബുള്ളറ്റിനുകൾ വായിക്കുക. അതായത് ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ബുള്ളറ്റിനുകൾ ICSIയുടെ വരുന്നുണ്ടാവും. വീട്ടിലേക്ക് വരാറുണ്ടോ മറ്റേ ബുക്ക്? അത് വരില്ലെങ്കിൽ സൈറ്റിലുണ്ട്. അതില് നമ്മളുടെ എക്സാമിനുള്ള കുറച്ച് ചോദ്യങ്ങൾ അവർ ഓരോ പ്രാവശ്യവും തരും. 1 വേർഡ് MCQ തരും, മറ്റേ സാധാ ടൈപ്പ് അല്ലെങ്കിൽ ടോപ്പിക്ക് തരും. ഒരു ടോപ്പിക്ക് ഇപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചിട്ടാണെങ്കിൽ അതിൽ പുതിയ വന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അതിൽ ചിലപ്പോൾ ഒരു 5 മാർക്കിനുള്ള ചോദ്യം നമുക്ക് എക്സാമിന് വരാനുള്ള ചാൻസും ഉണ്ട്. അത് ശ്രദ്ധിക്കുക. പിന്നെ അമെൻമെന്റ്സ്, ഇത്രയാണ് ശ്രദ്ധിക്കാൻ ഉള്ളത്. അപ്പോ നിങ്ങള് ICSI മെറ്റീരിയൽ ഫോക്കസ് ചെയ്യണവര് ഞാൻ പറയാ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക, പകുതിയിൽ ഇട്ടിട്ട് പോകരുത്. കാരണം ICSIയുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര ഉണ്ടാവും ഒരു സബ്ജക്റ്റിന്റെ. ഒരു ഗ്രൂപ്പിന്റെ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ 4 സബ്ജക്റ്റുകൾ അത് കവർ ചെയ്ത് എടുക്കാൻ കഴിയണം. പിന്നെ എന്ന് പറഞ്ഞാല് കുറെ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ ഉണ്ട്. ഇപ്പൊ ജേണൽ എന്താണെന്ന് 40-30 പേജ് എടുത്തിട്ടാണ് ICSIയുടെ മെറ്റീരിയൽ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ നമ്മളെന്താ എപ്പോഴും ഇത് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പെട്ടെന്ന് കവർ ചെയ്യാൻ നോക്കുക. അല്ലാതെ ഒന്നിൽ തന്നെ ഇനി ഞാൻ പറയാം 100% നിങ്ങൾ മെറ്റീരിയൽ കവർ ചെയ്താലും നിങ്ങൾ എക്സാമിന് ഫെയിൽ ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെറ്റീരിയൽ കവർ ചെയ്യലല്ല ഇവിടെ ഇമ്പോർട്ടന്റ്. മെറ്റീരിയൽ പെട്ടെന്ന് കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എത്ര നിങ്ങൾ ചെയ്തു എന്നുള്ളതിലാണ് ഇത് വരാൻ പോണത്. കാരണം നിങ്ങളിപ്പോ 100% കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോയി അല്ലേ. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യങ്ങളും വലിയ സംഭവങ്ങളൊന്നല്ല, ആൽജിബ്രിക് ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ പഠിച്ച സാധനമാണ്, എന്നോ പഠിച്ചു കഴിഞ്ഞ സാധനമാണ്, 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചു തീർന്ന സാധനമാണ്. പക്ഷെ നിങ്ങൾക്ക് എവിടെ എന്ത് ഉപയോഗിക്കണം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ 100% പഠിച്ചിട്ടും അതിൽ കാര്യമില്ല. അപ്പോ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക, 4 എണ്ണത്തിൽ ഫോക്കസ് ചെയ്യുക. എക്സിക്യൂട്ടീവിന് പോണവര്, ഡിസംബർ എക്സാമിന് പോണവര് 4-5 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ജൂണിൽ പോണവര് 8 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ലോജിക്കല് ബാക്ക് ആയിട്ടിരിക്കുന്നവര് ടാക്സും CAFM മര്യാദയ്ക്ക് പഠിക്കുക, ടൈം എടുത്തിട്ട് പഠിക്കുക. കമ്പനി ലോയും സെറ്റിംഗ് അപ്പ് ഒക്കെ തിയറട്ടിക്കലാണ്, ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അതിന് പ്രത്യേകിച്ച് കഴിവുകളൊന്നും വേണ്ട, ഹാർഡ് വർക്ക് മാത്രം മതി. ബുക്കിന്റെ മുമ്പിലിരുന്ന
എടുക്കാൻ പറ്റുന്ന സാധനങ്ങളുള്ളൂ. കമ്പനി ലോയും സെറ്റിംഗ് അപ്പും ജൂറിസ്പ്രുഡൻസും ഒക്കെ. പക്ഷെ ടെക്നിക്കൽ വൈസ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പോണത് ടാക്സും കമ്പനി അക്കൗണ്ട്സ് ആൻഡ് എഫ് എമ്മും ആയിരിക്കും. അത് നിങ്ങൾ മാത്സിലും നിങ്ങളുടെ ബ്രെയിനിന്റെ ആക്ച്വൽ വർക്കിങ്ങും നിങ്ങൾ കൂട്ടിയാലേ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട്സുമായിട്ട് വലിയ ബന്ധമില്ലാത്തവരായിരിക്കും അധികം ആൾക്കാർ. അപ്പോൾ ആ ഒരു ബന്ധം കൊണ്ടുവരണം. ടാക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി തല വർക്ക് ചെയ്യേണ്ട സാധനമാണ്. അത് നിങ്ങൾ ചെയ്യണം. പിന്നെ എക്സാംസ് ജൂണിലായിരിക്കും. ചിലപ്പോ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം പാർലമെന്റ് ഇലക്ഷൻ മെയിലാണ് വരാൻ പോണത്. അപ്പോൾ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യും, ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യില്ല. പക്ഷെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നിൽക്കണ്ട. പിന്നെ പഠിക്കണ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ലാസ്റ്റിക്ക് വേണ്ടിയിട്ട് പഠിത്തം വെക്കരുത്. ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ലാസ്റ്റ് ഒരു മാസം നമ്മൾ പഠിക്കാനായിട്ട് എടുക്കും, ആ ചിന്തയിൽ നിൽക്കരുത്. അത് ടെമ്പററി സ്റ്റഡിയാണ്. അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിച്ചിട്ട് അന്നന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിക്ക് വരണം. ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ലാസ്റ്റ് ഒരു മാസം ഞങ്ങൾ 10-20 മണിക്കൂർ ഇരിക്കും, അതുകൊണ്ട് കാര്യമല്ല. കാരണം നിങ്ങളുടെ റിട്ടൻഷൻ കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഫസ്റ്റ് ദിവസം 1 മണിക്കൂറാണ് വേണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് 3/4 മണിക്കൂർ മതി. അതിങ്ങനെ കുറഞ്ഞു വരും. അത് നിങ്ങൾ ഡെയിലി ചെയ്താലേ അത് കുറഞ്ഞു വരുള്ളൂ. അതിന് ലേണിംഗ് കർവ് എന്ന് വിളിക്കും. പഠിച്ചവർക്ക് അറിയുണ്ടാവും. ലേണിംഗ് കർവ് എന്ന് പറഞ്ഞ ടോപ്പിക് തന്നെ ഉണ്ട്. ലേണിംഗ് കർവ് എന്താ പറയുന്നത് വെച്ചാൽ മാക്സിമം നമ്പർ നമ്മൾ റിവൈസ് ചെയ്യുന്നതിനും അനുസരിച്ചിട്ട് ലാസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ കഴിയും. അപ്പൊ ആ ലെവലിലേക്ക് പോകണം. അല്ലാതെ ലാസ്റ്റ് ഒരു മാസം ഇരുന്നിട്ട് ഞാൻ 20 മണിക്കൂർ നിങ്ങൾ പഠിച്ചാലും എക്സാമിന്റെ തലേദിവസം നിങ്ങൾ ആണോ അപ്പോ എക്സാമിന്റെ തലേദിവസം നിങ്ങൾ മറക്കും. അപ്പൊ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതിലേക്ക് മാറണം. ഒരു 6 മാസം 7 മാസമൊക്കെ ചിലപ്പോ വേറെ സമയം കിട്ടൂല വേറെ പരിപാടികൾക്ക്. പക്ഷെ ആ ഒരു മെക്കാനിസത്തിക്ക് മാറണം. ഇതാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ 2 സബ്ജക്റ്റ് ആയിരിക്കും എടുക്കുക, കമ്പനി ലോയും CAFM. ഓക്കെ, ജൂറിസ്പ്രുഡൻസും അതേപോലെ തന്നെ സെറ്റിംഗ് അപ്പും വേറെ ഫാക്കൽറ്റി ആയിരിക്കും എടുക്കുക സെക്കൻഡ് ഗ്രൂപ്പിൽ. അത് പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പൊ CAFM-നെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സ് അറിയുന്നവർക്ക് ഏറെക്കുറെയൊക്കെ ഒരു കംഫർട്ട് സോണിലായിരിക്കും. കാരണം അതിലും കൂടിയ ഒരു സാധനമൊന്നും അതിലില്ല. അതായത് ഇപ്പോൾ CA-ക്കാരോ CMA-ക്കാരോ പഠിക്കുന്ന ആ ലെവലിലേക്കുള്ള സാധനമൊന്നും കമ്പനി അക്കൗണ്ട്സിൽ എന്തായാലും ഇല്ല. അതിന്റെ പകുതി പോലും ഇല്ല. അപ്പോൾ കുറച്ച് എളുപ്പമാണ്. കൊമേഴ്സിൽ നിന്ന് വരുന്നവർക്ക് അത്യാവശ്യം നല്ല ടേംസ് ഒക്കെ അറിഞ്ഞ്, അറ്റ്ലീസ്റ്റ് ടേംസ് അറിയാം. ജേണൽ ഇടാൻ അറിയില്ലെങ്കിലും ഓക്കെ, നമുക്ക് ടേംസുകൾ കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ കമ്പനി ലോയുടെ കാര്യം, അത് നിങ്ങളുടെ കോർ സബ്ജക്റ്റ് ആണ്. കോർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ കമ്പനി ലോ നമുക്ക് വെയിറ്റേജ് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 60-40% വരുന്നത് നമ്മളുടെ ഡയറക്ടേഴ്സ് മീറ്റിംഗ് ആ ഭാഗങ്ങളിൽ നിന്നാണ്. അത് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. 60% വരുന്നത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ്. കമ്പനി ലോ നമുക്ക് എടുക്കാം. പിന്നെ കമ്പനി ലോനെ സംബന്ധിച്ചിട്ട് സെക്ഷൻസ് പഠിക്കണം, നിർബന്ധമാണ്. സെക്ഷൻസ് നിർബന്ധമാണ്. കേസ് ലോ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും സെക്ഷൻസ് പഠിക്കല് 100% നിർബന്ധമാണ്. നിങ്ങൾ ലോജിക്കൽ റീസണിങ്ങിൽ CSET എഴുതിയവര് സെക്ഷൻസ് പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? സെക്ഷൻസ് പഠിക്കല് നിർബന്ധമാണ്. സെക്ഷൻസ് പഠിച്ചാലേ നമ്മളെന്താ ലാസ്റ്റ് ആവാൻ പോകുന്നത്? എന്താ കമ്പനി സെക്രട്ടറി എന്താ ചെയ്യണത്? പ്രാക്ടീസ് ചെയ്യാം. എന്തിനൊരു കമ്പനി സെക്രട്ടറിനെ ഹയർ ചെയ്യണം? ഒരു കമ്പനി എന്തിനു കമ്പനി സെക്രട്ടറിനെ ഹയർ ചെയ്യണം? എന്തുകൊണ്ട് ഒരു അഡ്വക്കേറ്റിനെ ഹയർ ചെയ്യുന്നില്ല? അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം, കമ്പനി സെക്രട്ടറിനെ സംബന്ധിച്ചിടത്തോളം, കമ്പനി സെക്രട്ടറിക്ക് 1 ലക്ഷം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റിന് 20,000 കൊടുത്താൽ മതി. എന്തുകൊണ്ട് ഒരു കമ്പനി സെക്രട്ടറിനെ ഹയർ ചെയ്യണം, അഡ്വക്കേറ്റിനെ ഹയർ ചെയ്യാതെ? അത് ചിന്തിച്ചിട്ടുണ്ടോ?
സെക്രട്ടറി ഇല്ല, എംപ്ലോയ്മെന്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് സെക്രട്ടറിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഹയർ ചെയ്യുന്ന പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരെ കാര്യമല്ല പറഞ്ഞത്. കമ്പനി എംപ്ലോയ്മെന്റിലേക്ക് എന്തിനെടുക്കണം? ₹20,000 5 അഡ്വക്കേറ്റിന് വെച്ചുകൂടെ എനിക്ക്? 5 എന്തിനാ കമ്പനി സെക്രട്ടറിനെ? എന്തായിരിക്കും? അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ്സ് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് അവര് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ്, CRPC, IPC, അതേപോലെ അങ്ങനെ IBC, അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പഠിക്കുന്നുണ്ട്. അവർക്ക് എല്ലാത്തിലും അറിവുണ്ട്. അഡ്വക്കേറ്റ്സ് ഞാൻ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞാല് IPS ഓഫീസേഴ്സിനെ പോലെയാണ്. അതായത് UPSC എഴുതുന്നവരെ പോലെയാണ്. അവര് സബ്ജക്റ്റുകൾ എല്ലാം കവർ ചെയ്യും, പക്ഷെ ഡെപ്ത് ഉണ്ടാവില്ല. ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ, നമ്മൾ എങ്ങനെ പറയാം, നമ്മള് 10ാം ക്ലാസ് വരെ എങ്ങനെയാ പഠിച്ചത്? നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിച്ചിട്ടുണ്ട് അല്ലേ? മാത്സ് പഠിച്ചിട്ടുണ്ട്, മലയാളം, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, സോഷ്യൽ സയൻസ് പഠിച്ചിട്ടുണ്ട്, ജോഗ്രഫി, എക്കണോമിക്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നില് നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുണ്ടോ? ഇല്ല. +2 എന്താ സംഭവിച്ചത്? നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുത്തു. നമ്മൾ ഇതിൽ തന്നെ സയൻസ് എടുത്തു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്തു. അതാണ് സ്പെഷ്യലൈസേഷൻ. സോ ഒരു സ്പെഷ്യലൈസേഷൻ ആണ് CS എന്ന് പറഞ്ഞാൽ ബിസിനസ് ലോസിലുള്ള സ്പെഷ്യലൈസേഷൻ. ബിസിനസ് ലോസിലുള്ള സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സെക്ഷൻസ് അറിയണ്ടേ? വേണ്ടേ? കമ്പനി ലോയിലുള്ള സെക്ഷൻസ് അറിഞ്ഞാൽ അരച്ചു കുടിച്ച ഒരാൾക്കല്ലേ നാളെ ഒരു ബിസിനസ് കോർട്ട് പോയിട്ട് നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ ഞാന് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഏത് സെക്ഷൻ, എവിടെ പറയണു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ഒരു ബിസിനസ് കോർട്ടിൽ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുമ്പോ എങ്ങനെയാ പറയാ? ശശി തരൂര് പറയുന്ന പോലെ പറയണ്ടേ? അല്ലേ? അങ്ങനെ പറയുന്നവരല്ലേ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന വർഷത്തിൽ ഇത്ര ശതമാനം GDP ഗ്രോത്ത് ഉണ്ടായിരുന്നു, അതിൽ ഇത്രത്തോളം ഫാർമേഴ്സ് ഉണ്ടായിരുന്നു, ഫാർമേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഇത്രയാണ്, ഇത്ര %, ആ നമ്പേഴ്സ് വരുമ്പോഴല്ലേ നമ്മൾ പറയുന്നത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ തോന്നുള്ളൂ, അല്ലെ? അക്കോർഡിംഗ് ടു സെക്ഷൻ 53 എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 139 എന്ന് പറയുന്നു, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 20 എന്ന് പറഞ്ഞ് കമ്പനീനെ ഡിഫൈൻ ചെയ്യുന്നതും കമ്പനി എന്താന്ന് പറയുന്നത് തമ്മിൽ രണ്ടും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് ലോസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻസ് തെറ്റായി എഴുതാനും പാടില്ല. സെക്ഷൻസ് അറിഞ്ഞിട്ട് സെക്ഷൻസ് തെറ്റായി എഴുതിയാൽ നിങ്ങളുടെ മാർക്ക് പോകും. സെക്ഷൻസ് കിട്ടിയാൽ നമ്മളുടെ പ്രസന്റേഷൻ ബെറ്റർ ആവും ചെയ്യും. അപ്പോ കമ്പനി ലോനെ കുറിച്ചിട്ട് പറയാനുള്ളതാണ്. കമ്പനി ലോ വാസ്റ്റ് ആണ്, വലിയ ടോപ്പിക്കാണ്. പക്ഷേ കമ്പനി ലോ പഠിക്കാൻ സിമ്പിൾ ആണ്. സെക്ഷൻസ് പഠിക്കണം. കമ്പനി അക്കൗണ്ട്സ് FM-ന്റെ കാര്യത്തിൽ മിക്സ്ഡ് ബാഗ് ആണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അതൊരു കുറച്ചുകൂടി അരിത്തമെറ്റിക് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ ബേസിൽ തന്നെ തുടങ്ങും. നമ്മൾ ജേണലും ലെഡ്ജറൊക്കെ പഠിച്ചിട്ട് തന്നെ പോകുള്ളൂ. അല്ലാതെ ആദ്യം മുതലേ നമ്മൾ കമ്പനി സെക്രട്ടറിയുടെ കമ്പനി അക്കൗണ്ട്സിലേക്ക് കയറുന്നില്ല. ജേണലും ലെഡ്ജറും TBയും ബാലൻസ് ഷീറ്റും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക, എങ്ങനെയാണ് ടാലി ആക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നോക്കിയിട്ടേ നമ്മൾ ടോപ്പിക്കിലേക്ക് കയറുള്ളൂ. അത്രയാണ്. ഇതാണ് എൻ്റെ 2 സബ്ജക്റ്റുകൾ. നമ്മുടെ ടൈം രാവിലെ 10 മണി മുതൽ ഓൾമോസ്റ്റ് 12:30 വരെ നമ്മുടെ ക്ലാസ് ഉണ്ടാവും. 10 to 12 ക്ലാസ് ആയിരിക്കും. ലാസ്റ്റ് ½ an hour നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. 3 മണിക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. 3 മണിക്ക് അന്ന് എടുത്ത ടോപ്പിക്ക് എക്സാം ഉണ്ടാവും. 3 മണിക്ക് എക്സാം എഴുതിയിട്ട് പോവാം. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ചോദിക്കാണ്ടോ? എൻ്റെ പേര് ഫവാസ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ
നോട്ട്ബുക്ക് കൊണ്ടുവരിക. നോട്ട്ബുക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാ ലെഡ്ജർ ബേസ്ഡ് നോട്ട്ബുക്ക് മേടിക്കാനാണ്. കാരണം ഒരു കോളത്തിൽ നിങ്ങൾക്ക് സെക്ഷൻ എഴുതാം, അടുത്ത കോളത്തിൽ നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റും എഴുതാം. ലെഡ്ജർ ബേസ്ഡ് നോട്ട്ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർജിനുള്ള നോട്ട്ബുക്സ് ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനത്തെ വരള്ളത് വാങ്ങാം കേട്ടോ. വരള്ള നോട്ട്ബുക്സ് വാങ്ങുക. ഏതിന്? കമ്പനി ലോക്ക്, മറ്റതിന് ഏതായാലും കുഴപ്പമില്ല. ആ മാർജിനിൽ, അതായത് ഇതാണ് നോട്ട്ബുക്ക് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻസ് എഴുതാം. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. ഇവിടെ നിങ്ങൾക്ക് കണ്ടന്റ് എഴുതാം. ആ രീതിയിൽ ഏതാണ്ട് നോട്ട്ബുക്ക് മേടിക്കുക, കുറച്ച് വലിയ നോട്ട്ബുക്ക് തന്നെ മേടിക്കുക. ഓക്കെ, മിക്സ്ഡ് ആയിട്ട്. അതായത് ഒരു ദിവസം ഒരു ക്ലാസ് ആണെങ്കിൽ ഒരു ദിവസം മറ്റത്, അങ്ങനെ ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഡൗട്ടില്ലേ പഠിക്കുന്നതിനെ പറ്റിയിട്ട്? ഏത്? അല്ല, അതിൽ അമെൻമെന്റ്സ് ഉണ്ട്. മെറ്റീരിയൽ വേണ്ടവർക്ക്, മെറ്റീരിയലുകളുടെ കാര്യമാണ് പറയണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് ഓർഡർ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് തരും. 2 മെറ്റീരിയലാണ് മെയിനായിട്ട് CS വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. മെയിൻ മെറ്റീരിയൽ ഒന്ന് യുണീക്ക് അക്കാഡമിയുടെ മെറ്റീരിയലും ഒന്ന് ദുഷ്യൻ ജെയിൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ മെറ്റീരിയലും. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് പ്രൊവൈഡഡ് ഈ 2 ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എല്ലാവരും ചൂസ് ചെയ്യാം. കാരണം എന്നാലേ യുണീക്നെസ് ഉണ്ടാവുള്ളൂ. മറ്റേത് നമ്മൾ ഡയറക്ടർ എടുക്കുമ്പോൾ ഒന്നിൽ ഡയറക്ടർ ആദ്യം വരും, പിന്നീടായിരിക്കും വരിക. അപ്പൊ ഒരു മിക്സ് ആയിട്ട് കിടക്കും. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം എല്ലാവരും കൂടിയിട്ട്. രണ്ടും ഈക്വലി ഗുഡാണ്. പറഞ്ഞോ. CSET ഇല്ല, അല്ല, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കമ്പനിയിലോ? അതായത് ലൈക്ക് ഇതിപ്പോ ഇമ്പോർട്ടൻസ് വെച്ചിട്ടല്ലേ, ഇമ്പോർട്ടൻസ് വെച്ചിട്ട് പഠിക്കാം, നോ ഇഷ്യൂസ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു അസെൻഡിങ് ഓർഡർ ആണ്. അതായത് കമ്പനി എന്താന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ലൈക്ക് അതിൽ പോകാൻ പറ്റുള്ളൂ. ഷെയർസ് എന്താ, അതെന്താന്നൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പഠിക്കാം. അതാണ് അതിന്റെ സീക്വൻസ്. അതായത് ആ ഡയറക്ടർ, ഓഡിറ്റർ, അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അത് നിങ്ങൾക്ക് ഗ്രിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നോക്കാം. അതായത് ഓൾറെഡി നിങ്ങൾക്ക് ബേസ് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പക്ഷെ ബേസ് അറിയാതെ പോകുമ്പോഴത്തേക്ക് അതെന്തോ പുതിയ സാധനം പോലെ തോന്നും. എന്ത്? സോ നിങ്ങൾ കൂടി തീരുമാനിക്കുക ഏതാണ് ബുക്ക് നിങ്ങൾക്ക് വേണ്ടത്. ആ ബുക്ക് മേടിക്കുക. ബുക്ക് മസ്റ്റാണ്. കാരണം ബുക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ പോണത്. സോ അതില് നമുക്ക് ഗ്രിപ്പ് വേണം. പല ബുക്കുകളാവുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് പലവരുടെയും സ്റ്റൈല് ഡിഫറെന്റ് ആയിരിക്കും, ആ സീക്വൻസും മാറും. ഇപ്പൊ ഞാനിവിടെ ഡിവിഡൻഡ് എടുക്കുമ്പോൾ ചിലപ്പോ നിങ്ങളുടെ ആ പേജിൽ വരുന്നത് ചിലപ്പോൾ ഓഡിറ്റേഴ്സ് ആയിരിക്കും. ഓഡിറ്റേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഡിവിഡൻഡും അക്കൗണ്ട്സും വരുന്നത്. ചിലതിൽ അക്കൗണ്ട്സും ഓഡിറ്റും കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഡിവിഡൻഡ് വരുന്നത്. അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒന്നിലേക്ക് സ്റ്റിക്ക് ചെയ്യുക. യുണീക്ക് അക്കാഡമി ആണെങ്കിൽ യുണീക്ക് അക്കാഡമി, ദുഷ്യൻ ജെയിൻ്റെ ആണെങ്കിൽ ദുഷ്യൻ ജെയിൻ്റെ, ഏതിലെങ്കിലും സ്റ്റിക്ക് ചെയ്യുക. പരമാവധി ജൂൺ അറ്റംപ്റ്റ് എടുക്കുന്നവര് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ഒഴിവാക്കി പ്രിപ്പയർ ചെയ്യുക. കാരണം അതിന്റെ വോളിയം കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കണ്ടിട്ട് പഠിച്ചിട്ടുണ്ടോ? ഒന്നും തൊട്ടിട്ടില്ലല്ലോ. ഓക്കെ, നോക്കിയിരുന്നു. നോക്കിയില്ല. ഓക്കെ.
സോ മെയിൻ ആയിട്ട് 2 അക്കാഡമികളാണുള്ളത്, യുണീക്ക് അക്കാഡമിയും പിന്നെ ദുഷ്യന്ത് ജെയിൻ അക്കാഡമിയും. ഈ 2 അക്കാഡമികളാണ് ഇന്ത്യയിൽ പരമാവധി റാങ്കുകളൊക്കെ കൊണ്ടുവരാറുള്ളത്. അപ്പൊ അവരാണ് മെയിൻ ആയിട്ടുള്ളത്. സോ അവരുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 600 പേജൊന്നും പഠിക്കാൻ കഴിയില്ല. CS മെറ്റീരിയലിന് 600 പേജ് പഠിച്ചെടുക്കുക. 600 × 4 മൾട്ടിപ്ലൈ ചെയ്തൊക്കെ 2400 പേജ് കണ്ടന്റ് നമ്മൾ ഈ മെമ്മറിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ നമ്മള് ഒരു 300 പേജ് ഒക്കെ ഈ ബുക്കുകൾ വരുള്ളൂ, 300-200 പേജ് ബുക്കുകൾ. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ICSI മെറ്റീരിയൽ നമ്മൾ ഇറസ്പെക്റ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. എവിടെ വെച്ചിട്ട് ഈ ആക്ട് ഫോമായി, ഏത് ദിവസം ഫോമായി, ഇതൊന്നും ഇത് നമ്മൾ ജനറൽ നോളജ് പരീക്ഷിക്കാനുള്ള എക്സാംസ് അല്ല. ഇത് നമ്മുടെ പ്രൊഫഷണൽ കപ്പാസിറ്റി അപ്ലിക്കേഷനും നോക്കാനുള്ള എക്സാമാണ്. അപ്പോൾ അത്തരം കണ്ടന്റുകളൊക്കെ ഇറസ്പെക്റ്റീവ് ആണ്. ഏത് വേർഡിൽ നിന്ന് വന്നു, ദിസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്, ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത് നമ്മളുടെ നിയമങ്ങളാണ്. നമുക്ക് നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. ട്രിബ്യൂണൽസും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാനും പഠിച്ചിട്ടില്ല. ഞാൻ ആ മെറ്റീരിയൽ ഞാൻ ഒരു സബ്ജക്റ്റിന് എങ്ങാണ്ടോ നോക്കിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നി. ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, പഠിക്കാനും തോന്നില്ല. ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ കുറെ ബോക്സുകൾ ഉണ്ടാവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രേ കളറിലൊക്കെ. പിന്നെ അതിന്റെ ബാക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് വലിയ റിലവൻസ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ബാക്കിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുള്ളത്. ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഓക്കെ, അതാ പറയുന്നത്. ഏതെങ്കിലും ഒരു നമ്മളെന്താ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബുക്ക് മേടിക്കുമ്പോൾ ആ ബുക്കിനെ 100% ട്രസ്റ്റ് ചെയ്തിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മൾ എന്താണോ ബുക്ക് യൂസ് ചെയ്യുന്നത് ആ ബുക്കിനെ ട്രസ്റ്റ് ചെയ്യുക ഫസ്റ്റ്. അതിലെല്ലാ സാധനവും ഉണ്ടാവും, ലൈക്ക് നമ്മളുടെ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അത് പിന്നെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വേണ്ടത്, ക്വസ്റ്റ്യനെ ഡീകോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് തോന്നുന്നു, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ എടുക്കും ബുക്ക് ഡെലിവർ ആവാൻ. അപ്പോൾ അത് വെച്ചിട്ട് എടുത്തോട്ടെ, അതുവരെ നമുക്ക് നോട്ട്സ് വെച്ചിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ബുക്ക് വരുമ്പോൾ അതിന്റെ ഒപ്പത്തേക്ക് ഫേസ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ വേറെ? ഇത്ര ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്. വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്തിരുന്നോ, ലൈക് ഡിഗ്രി? അതെ, ഓക്കെ. ക്ലാസ് എടുത്തുകൂടായിരുന്നു? സിലബസ് മാറിയാലും കണ്ടന്റിൽ വലിയ വ്യത്യാസം. ഓക്കെ. അപ്പൊ എന്തായിരുന്നു ചെയ്തിരുന്നു 1 ഇയർ? അപ്പൊ ഓക്കെ, നാളെ കാണാം.